ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നും മദേഴ്സ് ഡേ ആണല്ലേ. നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർത്ത് വെക്കാൻ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ നമ്മുടെ അമ്മമാരെ ഓർക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല അല്ലേ. കാര്യം നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച രണ്ട് പേരാണ് നമ്മുടെ അച്ഛനും അമ്മയും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. കാര്യം നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളാണ് നമ്മൾ കുട്ടികൾ. നമ്മളെത്ര വലുതായാലും നമ്മൾ അവരുടെ മുമ്പിൽ എന്നും നമ്മൾ കുട്ടികൾ തന്നെയാണല്ലേ. ഇപ്പം എൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും ഐസ്ക്രീമും മധുരവും ഒക്കെ ഒഴിവാക്കാറുണ്ട്. മക്കൾ ആര് വാങ്ങിക്കുമ്പോഴും ഞാൻ പറയും മോനെ അമ്മയ്ക്ക് വേണ്ട, അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാറില്ല, കഴിക്കാറില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അത് അവർ വാങ്ങിക്കുന്നൊരു മക്കൾ പറയും അമ്മ കഴിക്കൂലല്ലോ. പക്ഷെ അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല അല്ലേ. കാര്യം അത് സ്നേഹമാണ് അവരെ കൊണ്ടുവരുന്നത്. അത് അവരുള്ള കാലത്തോളം മാത്രമേ നമുക്ക് കിട്ടൂ. നമ്മളൊന്നും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അവരുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവർ പറയും തല നന്നായിട്ട് തുടക്കണേ, ഭക്ഷണം കഴിച്ചോ, വിശന്നിരിക്കരുത്. ഇതൊക്കെ നമ്മളോട് പറയാൻ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാനം എല്ലാത്തിൻ്റെയും, നമ്മുടെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെയും മൂല്യത്തിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ അമ്മമാരാണ്. നമ്മുടെ അമ്മമാരിൽ നിന്ന് പകർന്നു കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു അമ്മ നന്നായാൽ വീട് നന്നായി, വീട് നന്നായാൽ സമൂഹം നന്നായി എന്നൊക്കെ അല്ലേ. അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ നേരായ വഴിക്ക് നയിക്കാനും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും ഒക്കെ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാനിപ്പോൾ എന്തൊക്കെ റെസിപ്പി ഉണ്ടാക്കുന്നതിലും അതൊക്കെ ആദ്യം നമ്മളെ അമ്മയിൽ നിന്നാണല്ലേ പഠിക്കുന്നത്. കാര്യം പണ്ടൊക്കെ എന്ത് ഉണ്ടാക്കുന്ന സമയത്തും യൂട്യൂബൊന്നുമല്ല, ഇപ്പോഴും അമ്മേനോടാണ് ആദ്യം ചോദിക്കുക. പക്ഷേ ചോദിക്കുമ്പോൾ അതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അമ്മ മുളക് പൊടി എത്ര ഇടണമെന്ന് വെച്ചാൽ അമ്മ പറയും അതൊരു കൈക്കണക്കിന് ഇട്ടോ. അയ്യോ ഇതെന്ത് കണക്കാണ് ഈ കൈക്കണക്ക്. ഇന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ കൈക്കണക്ക് എന്താണെന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ത്യാഗവും സ്നേഹവും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ അമ്മയാവുന്നവരെ അല്ലെങ്കിൽ നമ്മൾ അച്ഛന്മാരാവുന്നത് വരെയും നമുക്ക് കാത്തിരിക്കേണ്ടി വരുമല്ലേ. അപ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വില അറിയുള്ളൂ അല്ലേ. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വേർഡ് ഏതാണെന്ന് വെച്ചാൽ മോം എന്നാണ്. ആ വേർഡ് ഓർത്തുകൊണ്ട് ഒരുപാട് കോമ സ്റ്റേജിലുള്ള രോഗികൾ വരെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടു കൂടി മരിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ അമ്മമാരെ അച്ഛന്മാരെയും നമ്മൾ കൂടെ ഉള്ളപ്പം തന്നെ പരിധികളില്ലാതെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക. എല്ലാ അമ്മമാർക്കും ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ.